ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജേംസ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. കണ്ടോ, നല്ല മഞ്ഞാണ് ഇവിടെ. മഞ്ഞിൽ കുളിച്ചിരിക്കുകയാണ് കാറ്. ഞങ്ങൾ ഇത്ര നേരത്തെ എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങൾ ഇന്ന് പോകുന്നത് എനിക്കൊരു മെഡിക്കൽ എടുക്കാനുണ്ട്, അതിനു വേണ്ടി പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മെഡിക്കൽ എടുക്കലും പിന്നെ ഞങ്ങൾ എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതും അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതൊരൊറ്റ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നത് ഈ വീക്കെൻഡ്സിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഓരോ വീക്കിലും ഉള്ളത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒരുമിച്ച് ഒരൊറ്റ വീഡിയോയിൽ ഇടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയത് ഇവിടെ ഗയാത്തിയിലുള്ള ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് സ്ക്രീനിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഒക്കെ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഉണ്ണി ഒന്ന് കയറിയിട്ട് അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല, ഇതിൻ്റെ ബാക്ക് സൈഡിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നുണ്ണി അവിടെ പോയി വീൽ ചെയർ ചോദിച്ചു. അങ്ങനെ അവർ വീൽ ചെയറായിട്ട് വന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പം. അപ്പം അവിടെ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വിസേൻ്റെ കോപ്പിയും വേണമായിരുന്നു. അപ്പോൾ വിസേൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. വിസേൻ്റെ കോപ്പി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ അതൊക്കെ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റും പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേയും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല, നേരത്തെ ഇറങ്ങിയതുകൊണ്ട്. പിന്നെ റൂമിൽ വന്നൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് ലേറ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ള സായ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ അടുത്തുള്ള. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തൽക്കാലത്തേക്കൊന്ന് മക്കൾക്കൊക്കെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമൂസ വാങ്ങിച്ച് അങ്ങനെ അവരത് കഴിക്കുകയാണ്.
അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്കാട്ടോ പോയത്. അങ്ങനെ റൂമിൻ്റെ അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇവർ കാറിൽ നിന്നാണല്ലോ ഈ സ്നാക്സൊക്കെ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ വേസ്റ്റിലേക്ക് കളയാൻ വേണ്ടിയിട്ട് ഇതാ മക്കൾ രണ്ടാളും ഓടുകയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് വേണം വേസ്റ്റ് കളയാൻ. ഇപ്പം ആദ്യമൊക്കെ ഉണ്ണി തന്നെയായിരുന്നു കളയാറ്. രാവിലെ പോകുമ്പം കൊണ്ടുപോയി കളയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പില്ലുവിനെ വിടും. ഇപ്പം പില്ലു ഒറ്റയ്ക്ക് പോയിട്ടാണ് വേസ്റ്റ് കളയുക. എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടി. ഇവിടെ ഈ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം അവൻ മെല്ലെ പോയി വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതെന്താണെന്നറിയോ, നമ്മുടെ അനാറില്ലേ അതിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇതിൽ ചെറുത് ഉണ്ടായിട്ടുണ്ട്. ഇതാരെങ്കിലും വളർത്തുന്നതാണോ അല്ലെങ്കിൽ തനിയെ ഉണ്ടായതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ എമിറേറ്റ് സൈഡിലേക്ക് വേണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ 3 ആളും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഫോട്ടോ എടുക്കാൻ പോയടത്തൊന്നും നല്ല രസമായിരുന്നു. നിക്ക് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിക്കിനോടൊന്ന് വായ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നിക്ക് കണ്ണാണ് അടയ്ക്കുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉണ്ണീൻ്റെ ഫ്രണ്ട് താമസിക്കുന്ന അങ്ങോട്ടേക്കായിരുന്നു. അപ്പം ഉണ്ണീൻ്റെ കാറ് വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ കാറും കൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വേണം പോവാൻ. അങ്ങനെ അവിടേക്ക് വന്നതാണ്. അങ്ങനെ ഉണ്ണി മക്കളും കൂടിയും റൂമിലേക്ക് പോയി. ഫ്രണ്ടിനെയും കൂട്ടി വന്ന് ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങളെ കാറെടുത്ത് പിന്നെ എന്താക്കി വൈകുന്നേരമല്ലേ ഒരു ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് ചായ കുടിച്ചു. കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഈ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ് കണ്ട്. അപ്പം അവിടെ പോയിട്ട് 2 പില്ലോ വാങ്ങിച്ച്. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്തത് ആ പില്ലോ ഒന്ന് പൊട്ടിച്ച്.
ആ കവറിലൊന്ന് ജസ്റ്റ് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തു. അപ്പം അതിങ്ങനെ വീർത്ത് വന്നു. പില്ലുവിനായിരുന്നു ഈ പില്ലോ ഇല്ല എൻ്റെ സങ്കടം. അപ്പം അവൻ്റെ സങ്കടം മാറിക്കിട്ടി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് വീക്കിലെ വീഡിയോ ആണേ. നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ പോയത് താം സെൻറ്ററിലേക്കാണ്. അവിടേക്ക് ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് വിസേൻ്റെ കോപ്പി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് താം സെൻറ്ററിലേക്കാണ്. ഇവിടെ നിന്നായിരുന്നു ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കേണ്ടത്. അവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ വേറെ വേറെ സെക്ഷനായിരുന്നു. അപ്പോൾ ലേഡീസിൻ്റെ കുറച്ച് 2 പേരെങ്ങാനേ ഉള്ളായിരുന്നു ഞാൻ ചെന്നപ്പം. അപ്പോൾ അവിടുന്ന് വേഗം ഫിംഗർ പ്രിൻ്റൊക്കെ വേഗം എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അന്ന് ഈവനിങ് ഞങ്ങൾ വീണ്ടും ഇറങ്ങിട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഒട്ടകത്തിനെ കണ്ടിട്ടില്ല. അപ്പം മക്കൾക്ക് ഒട്ടകത്തിനെ കാണിച്ചു കൊടുക്കല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ അതൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. 2 സൈഡും ഡെസേർട്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ ആ റോഡിന് അങ്ങനെ നേരെ കുറച്ച് ദൂരം പോയി വല്ല ഒട്ടകത്തിനെ മറ്റോ കാണുമോ വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് ദൂരെ എങ്ങാനും കുറേ എണ്ണത്തിനെ കണ്ട്. പക്ഷേ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് അങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എന്തൊക്കെയാ അധികം ദൂരം പോകാൻ നിന്നില്ല. വെറുതെ അങ്ങനെ അറിയാത്ത വഴിയുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് പിന്നെ നേരെ പോയത് അവിടെ അടുത്തുള്ള ലുലുവിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. അപ്പം നല്ലൊരു വ്യൂ ആണ് കണ്ടോ, ബാക്കിൽ ഈ സൺസെറ്റൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സീനറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.